السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا. ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: അല്ലാഹുവും അവന്റെ മലക്കുകളും നബിക്ക് അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. വിശ്വാസികളെ, അദ്ദേഹത്തിന് അനുഗ്രഹവും ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ശല്യപ്പെടുത്തുന്നവർ ആരോ, നിശ്ചയമായും അല്ലാഹു അവരെ ഇഹത്തിലും പരത്തിലും ശപിച്ചിരിക്കുന്നു. അവർക്ക് അപമാനകരമായ ശിക്ഷ അവൻ ഒരുക്കി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് മുസ്ലിം ലോകത്തിൽ, മുസ്ലിം രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിലും മുസ്ലിം വിരോധ പ്രകൃതക്കാരുടെ അങ്ങേയറ്റം നീചവും അക്രമപരവുമായ പ്രവർത്തനത്തിനെതിരിൽ വളരെ വലിയ കോപവും ദുഃഖവും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖത്തിന്റെയും കോപത്തിന്റെയും പ്രകടനത്തിൽ തീർച്ചയായും മുസ്ലിങ്ങൾ സത്യത്തിൽ തന്നെയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനം എന്തായിരുന്നു എന്ന ബോധ്യം ഒരു മുസ്ലിമിന് ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തിന് വേണ്ടി മരിച്ചു വീഴാനും യുദ്ധം ചെയ്യാനും തയ്യാറാകുന്നു. ഇസ്ലാമിക ശത്രുക്കൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിർമ്മിച്ച അനാവശ്യവും നീചവുമായ ചലച്ചിത്രം, ഈ ചിത്രത്തിൽ എത്രമാത്രം അക്രമപരമായ രീതിയിലാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്,
അത് കേൾക്കുമ്പോൾ ഓരോ മുസ്ലിമിനും ഉണ്ടാകുന്ന ദുഃഖവും കോപവും ഒരു പ്രകൃതിപരമായ കാര്യമാണ്. മനുഷ്യ സമൂഹത്തിന് ഔദാര്യം ചെയ്ത റഹ്മത്തുല്ലിൽ ആലമീനായ അള്ളാഹുവിന്റെ പ്രേമഭാജനം ആരാണോ തന്റെ രാത്രികൾ പോലും സൃഷ്ടികളുടെ ക്ലേശ ദൂരീകരണത്തിനായി വിനിയോഗിച്ചത്, ആരാണോ തന്റെ ജീവനെ സൃഷ്ടികളെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി വിനിയോഗിച്ചത്, ഈ വിധത്തിൽ ദുഃഖിതനായി ഇത്രമാത്രം തന്നെ സ്വയം ബുദ്ധിമുട്ടിൽ അകപ്പെടുത്തി അർഷിലെ അല്ലാഹു അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു, നീ തങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിയാത്ത ഈ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ തന്നെ നശിപ്പിച്ചു കളയുമോ? ഈ മഹാനായ മനുഷ്യസ്നേഹിയെക്കുറിച്ച് ഇത്രമാത്രം അപമാനം നിറഞ്ഞ ചലച്ചിത്രം തീർച്ചയായും ഒരു മുസ്ലിമിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നത് ആയിരിക്കും. ഏറ്റവും കൂടുതലായി ഒരു അഹ്മദി മുസ്ലിമിന് ദുഃഖം അനുഭവപ്പെടുന്നു. കാരണം നാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനും പ്രേമിയുമായ ദാസനെ വിശ്വസിക്കുന്നവരാണ്. അദ്ദേഹം നമുക്ക് റസൂൽ തിരുമേനിയുടെ മഹിതസ്ഥാനത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകുകയുണ്ടായി. ഈ പ്രവർത്തനം മൂലം ഞങ്ങളുടെ ഹൃദയം അരിപ്പയായി തീർന്നിരിക്കുന്നു, ഞങ്ങളുടെ കരൾ മുറിഞ്ഞുപോയിരിക്കുന്നു. ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ്. അള്ളാഹു ഈ അക്രമികളോട് പകരം ചോദിക്കട്ടെ. ഇവരെ ലോകം ഉണ്ടാകുന്നത് വരെ പാഠമായി തീരുന്ന അടയാളമാക്കി തീർക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് കാലത്തിന്റെ ഇമാം പ്രവാചക സ്നേഹത്തിന്റെ ഗ്രാഹ്യം ഇപ്രകാരം നൽകിയിരിക്കുന്നു: വനാന്തരങ്ങളിലെ സർപ്പങ്ങളുമായും മൃഗങ്ങളുമായും രഞ്ജിപ്പ് സാധ്യമാണ്, എന്നാൽ ഞങ്ങളുടെ യജമാനരും നേതാവുമായ ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയായെ അധിക്ഷേപിക്കുന്നവരുമായും അതിൽ ശാഠ്യം പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവരുമായും ഞങ്ങൾക്ക് രഞ്ജിപ്പ് സാധ്യമല്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തങ്ങളുടെ നബിയുടെ അഭിമാനത്തിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറുള്ള ഒരു സമുദായമാണ് മുസ്ലിങ്ങൾ. ദിനരാത്രങ്ങളിൽ അവരുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നവരുമായി രഞ്ജിപ്പിലാവുകയും അവരുടെ സുഹൃത്തുക്കളായിരിക്കുകയും ചെയ്യേണ്ടി വരുന്ന അപമാനത്തെക്കാൾ മരണം അവർ ഇഷ്ടപ്പെടുന്നു. തങ്ങളുടെ ഗ്രന്ഥങ്ങളിലും മാസികകളിലും വിജ്ഞാപനങ്ങളിലും അവർ അങ്ങേയറ്റം അപമാനകരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പേരുപയോഗിക്കുന്നു. വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നു. ഓർത്തുകൊള്ളുക, അദ്ദേഹം പറയുന്നു, ഓർത്തുകൊള്ളുക, അത്തരക്കാർ സ്വസമുദായത്തിനും നന്മ ആഗ്രഹിക്കുന്നവരല്ല. കാരണം അവർ അവരുടെ മാർഗത്തിൽ തന്നെ മുള്ളു വിരിക്കുകയാണ്. ഞാൻ സത്യമായും പറയുന്നു, അഥവാ ഞങ്ങൾക്ക് വനാന്തരങ്ങളിലെ സർപ്പങ്ങളുമായും മൃഗങ്ങളുമായും ഐക്യപ്പെടേണ്ടി വന്നാൽ അത് സാധ്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ നബിമാരുടെ അഭിമാനത്തെക്കുറിച്ച് ചീത്ത വിളിക്കുന്നവരിൽ നിന്ന് വിട്ടുനിൽക്കാത്തവരുമായി ഐക്യപ്പെടാൻ സാധ്യമല്ല. തെറിയിലും ചീത്തവിളിയിലുമാണ് വിജയം എന്നവർ ധരിക്കുന്നു. എന്നാൽ എല്ലാ വിജയവും ആകാശത്തിൽ നിന്നാണ് വരുന്നത്. പറയുന്നു, പരിശുദ്ധ വാക്കുകൾ പറയുന്നവർ തങ്ങളുടെ പരിശുദ്ധ വചനങ്ങൾ മുഖേന അവസാനം ഹൃദയങ്ങളെ ജയിച്ചടക്കുന്നു. എന്നാൽ ദുഷ്പ്രകൃതക്കാർ രാജ്യത്ത് വിഭാഗീയതയും കുഴപ്പവും ഉണ്ടാക്കുക എന്നല്ലാതെ മറ്റൊരു പ്രവർത്തനവും ചെയ്യുന്നവരല്ല. പറയുന്നു, അനുഭവവും പറയുന്നത് അത്തരത്തിലുള്ള ചീത്ത വിളിക്കുന്നവരുടെ പര്യവസാനവും നല്ലതായിരിക്കുകയില്ല എന്നാണ്. അള്ളാഹുവിന്റെ ആത്മാഭിമാനവും തന്റെ പ്രിയപ്പെട്ടവർക്കായി അവസാനം പ്രവർത്തിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും മാധ്യമങ്ങളുടെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ ദുഷ്പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ തങ്ങളുടെ ദുശാഠ്യ നിമിത്തം അള്ളാഹുമായി പോരാടുകയാണ്. ഇൻഷാ അല്ലാഹു തആല അവന്റെ പിടുത്തത്തിൽ വരുന്നതായിരിക്കും. ഇവർ ദുശാഠ്യത്തിൽ നിലനിൽക്കുകയാണ്. തങ്ങളുടെ അക്രമ പ്രവർത്തനം നെഞ്ചുവിരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2006 ഡെൻമാർക്കിലെ ദുഷ്പ്രകൃതക്കാർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അനാവശ്യ ചിത്രം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ജമാഅത്തിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ പറഞ്ഞതോടൊപ്പം ഇതുകൂടി പറഞ്ഞിരുന്നു, ഈ അക്രമികൾ മുമ്പും ജനിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് അവസാനിക്കുകയില്ല. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിരോധം കൊണ്ട് വ്യത്യാസം ഒന്നും ഉണ്ടാവുകയില്ല. മറിച്ച് ഭാവിയിലും ഇത്തരക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനേക്കാൾ ഉയർന്ന നിലയിൽ ഈ നീചപ്രവർത്തനവും അക്രമവും ചെയ്തതായി നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ ഇന്നുവരേക്കും അവർ ഈ കാര്യത്തിനായി തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇസ്ലാമിനെതിരിൽ ഇവരുടെ അപമാനവും പരാജയവുമാണ്. ഇത് ഇവരെ ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നീചപ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഓർത്തുകൊള്ളുക, ഇവർ സ്വസമുദായത്തിന്റെയും അഭ്യുദയകാംക്ഷികളല്ല. ഈ കാര്യം ഒരു ദിവസം ഈ സമുദായത്തിലെ ആളുകൾക്കും വ്യക്തമാകുന്നതായിരിക്കും. ഇന്ന് ഇവർ ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ ഇവരുടെ സമുദായത്തിന് തന്നെ നഷ്ടം വരുത്തും എന്ന് ഇവർക്ക് വ്യക്തമാകും. ഇവർ സ്വന്തം കാര്യം നോക്കുന്നവരും അക്രമികളുമാണ്. ഇവർക്ക് കേവലം തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും യാതൊരു ചിന്തയുമില്ല. ഇപ്പോൾ സ്വതന്ത്ര ചിന്താഗതിയുടെ പേരിൽ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും വ്യക്തമായി ചിലയിടങ്ങളിൽ മറഞ്ഞു നിന്നുകൊണ്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു. ചില സമയത്ത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടും സംസാരിക്കുന്നു. എന്നാൽ ഓർത്തുകൊള്ളുക, ഇപ്പോൾ ലോകം ഒരു ഗ്രാമമായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ രാജ്യങ്ങളിലെ ജീവിതത്തെയും നശിപ്പിക്കും. അഥവാ നികൃഷ്ടകർമ്മത്തെ തുറന്ന ഭാഷയിൽ നികൃഷ്ടകർമ്മമാണ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ലാത്തി വീശുക തന്നെ ചെയ്യും. അത് ഇതിനു പുറമെയാണ്. എല്ലാ വിജയവും ആകാശത്തിൽ നിന്നാണ് വരുന്നത് എന്ന കാലത്തിന്റെ ഇമാമിന്റെ വാക്കുകൾ ഓർത്തുകൊള്ളുക. എന്നാൽ ഏതൊരു റസൂലിനെയാണോ നിങ്ങൾ നിന്ദിക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം ലോകത്ത് അധീശത്വം സ്ഥാപിക്കുമെന്ന് ആകാശം വിധിച്ചിരിക്കുന്നു. എന്നാൽ അധീശത്വം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഹൃദയങ്ങളെ ജയിച്ചടക്കിയായിരിക്കും. കാരണം വിശുദ്ധ വചനങ്ങൾ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. പരിശുദ്ധ വചനങ്ങൾക്ക് തീവ്രവാദത്തിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ചീത്തവിളി കൊണ്ട് മറുപടി പറയേണ്ടതില്ല. ഈ തെറിവിളി തുടങ്ങിയവർ ഇവർ ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. പിന്നീട് ഈ ജീവിതത്തിന് ശേഷം ഇത്തരക്കാരെ അള്ളാഹു ഏറ്റെടുക്കും. ഞാൻ ഓതിയ ഈ ആയത്തുകളിലും അള്ളാഹു വിശ്വാസികളോട് അവരുടെ ഉത്തരവാദിത്വത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജോലി ഈ പ്രവാചകന് സലാത്തും സലാമും ചൊല്ലുക എന്നതാണ്. ഇവരുടെ തെറിവിളിയും അക്രമവും പരിഹാസവും കൊണ്ട് ആ മഹാനായ നബിയുടെ അഭിമാനത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാകുന്നതല്ല. ഇത് അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്തു ചൊല്ലപ്പെടുന്ന മഹാനായ പ്രവാചകനാണ്. വിശ്വാസികളുടെ ജോലി ഈ നബിക്ക് സ്വലാത്തു ചൊല്ലുന്നതിൽ തങ്ങളുടെ നാവിനെ മുഴുകിപ്പിക്കുക എന്നതാണ്. ശത്രു തെറിവിളിക്കുന്നതിൽ മുന്നേറുമ്പോൾ മുമ്പത്തേക്കാൾ കൂടുതലായി സ്വലാത്തും സലാമും ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. ഈ സലാത്ത് തന്നെയാണ് ലോകത്തിന്റെ അധീശത്വം വിധിച്ചിരിക്കുന്ന നബിക്കായി ചൊല്ലേണ്ട സലാത്ത്.
ഒരു അഹമ്മദി മുസ്ലിം कोई पर कराहत और गम और गुस्सा का ഈ തെറിവിളിയെ വെറുക്കുകയും ഇതിൽ ദുഃഖവും കോപവും രേഖപ്പെടുത്തുന്നതോടൊപ്പം और बाबो ഇവരെയും हल वक्त को भी തങ്ങളുടെ രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും बाज रहने ഈ തെറിവിളിയിൽ നിന്ന് വിട്ടുനിൽക്കാനും की तरफ ഇത് തടയാനും एक अहमदी दिला അവരെ ശ്രദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. दुनियावी लिहाज से അഹമ്മദികൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഭൗതികമായ നിലയിൽ ഒരു അഹമ്മദി ഈ വിധത്തിൽ പരിശ്രമിക്കുന്നു. ഈ കുതന്ത്രത്തിനെതിരിൽ ലോകത്തിന് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, असल हकीकत बताए. हजरत യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മനോഹര രൂപം കാണിച്ചു കൊടുക്കുക, सुवाए हसना का इजहार അവിടുത്തെ പരിശുദ്ധ ജീവിതത്തിന്റെ ഉത്തമ മാതൃകയുടെ പ്രകടനം തന്റെ ഓരോ പ്രവൃത്തി കൊണ്ടും പ്രകടമാക്കിക്കൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളുടെയും तस्वीर അദ്ദേഹത്തിന്റെ ഉത്തമ മാതൃകയുടെയും പ്രവർത്തന ചിത്രവും ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ ये भी साथ जैसा कि मैंने कहा മുമ്പത്തേക്കാൾ ഉപരിയായി की तरफ भी पहले से बढ़कर സലാത്തും സലാമും ചെല്ലുന്നതിലേക്കും ശ്രദ്ധയുണ്ടാക്കുക. जवान बूढ़ा बच्चा സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും യുവാക്കളും കുട്ടികളും തങ്ങളുടെ പരിസരവും ചുറ്റുപാടും से भर दे. സലാത്ത് കൊണ്ടും സലാമു കൊണ്ടും നിറക്കുക. इस्लामी തങ്ങളുടെ പ്രവർത്തനത്തെ बना दे. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രവർത്തന രൂപങ്ങളാക്കി തീർക്കുക. खूबसूरत रद्द अमल है ഈ മനോഹര പ്രതികാരമാണ് നാം ചെയ്യേണ്ടത്. जालमों के अंजाम के बारे में ഇനി ഈ അക്രമികളുടെ പര്യവസാനത്തെക്കുറിച്ച് दिया അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. पहुंचाने वाले റസൂലിന് ബുദ്ധിമുട്ടേൽപ്പിക്കുന്നവർ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ഹൃദയം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ദുഃഖിപ്പിച്ചുകൊണ്ട് छलनी करने वाला മുറിവേൽപ്പിക്കുന്നവരെ बटलेगा. അള്ളാഹു അവരെ സ്വയം ഏറ്റെടുക്കും. पर अल्लाह ताला की लानत ഇത്തരക്കാരിൽ और ഈ ലോകത്ത് അള്ളാഹുവിന്റെ ശാപമുണ്ട്. में डूबते चले जाएं ഈ ശാപം നിമിത്തം അവർ और മാലിന്യത്തിൽ കൂടുതൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കും. खुदा ताला ने മരണത്തിന് ശേഷം അത്തരക്കാർക്ക് അള്ളാഹു അപമാനകരമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. हज़रत मसीह मौद अलैहिस्सलाम ने ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം कि ഈ വിഷയമാണ് വിവരിച്ചിരിക്കുന്നത്. अंजाम അത്തരം നീചപ്രകൃതക്കാരുടെ പര്യവസാനം നല്ലതായിരിക്കുകയില്ല. बस ये लोग अपने अंजाम ഇവർ तक पहुंचेंगे. തങ്ങളുടെ പര്യവസാനത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഈ ലോകത്തിൽ അള്ളാഹുവിന്റെ ശാപത്താലും स्वाकुन മരണത്തിനു ശേഷം അപമാനകരമായ ശിക്ഷ കൊണ്ടും मुसलमानों को भी മറ്റ് മുസ്ലിങ്ങളും दूसरे मुसलमान हैं अल्लाह ताला की तालीम അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് के हुक्म के मुताबिक അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് चाहिए कि दुरूद ഈ शरीफ से പ്രതിപ്രവർത്തനം തന്നെയാണ് കാണിക്കേണ്ടത്. अपने माहौल സ്വലാത്ത് കൊണ്ട് തങ്ങളുടെ രാജ്യവും പ്രദേശവും ചുറ്റുപാടും നിറക്കുക. ഇതാണ് പ്രതികരണം. तो बेफायदा है कि अपने ही मुल्कों में തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ തന്നെ സമ്പത്തിന് തീവെക്കുക എന്നത് പ്രയോജനരഹിതമായ പ്രതിപ്രവർത്തനമാണ്. के शहरियों को मारा जाए അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ പൗരന്മാരെ വധിക്കുക എന്നത്, तो पुलिस അതല്ലെങ്കിൽ ജാഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർക്ക് നിർബന്ധിതാവസ്ഥ കാരണം തങ്ങളുടെ തന്നെ പൗരന്മാരെ വെടിവെക്കേണ്ടി വരുന്നത്. अखबारात और मीडिया के जरिए से जो खबरें बाहर आती हैं उनसे पता चलता പത്രങ്ങളിലൂടെയും മീഡിയയിലൂടെയും പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, है लोगों ने भी ഭൂരിഭാഗം സത്പ്രകൃതക്കാരായ പാശ്ചാത്യരും इसी का इजहार किया. ഈ നീചപ്രവൃത്തിയെ അപലപിച്ചിരിക്കുന്നു, वो लोग വെറുപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. उन्होंने भी പ്രകൃതത്തിൽ നന്മയുള്ള മുസ്ലിങ്ങൾ അല്ലാത്തവരും ഇതിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. इसको पसंद नहीं किया. अमेरिका में भी और यहाँ भी. അമേരിക്കയിലും लेकिन ഇവിടെയും. जो लीडरशिप എന്നാൽ वो एक तरफ നേതാക്കന്മാർ कहती है അവർ ഒരു ഭാഗത്ത് പറയുന്നു ഇത് തെറ്റാണ്, और दूसरी तरफ आजादी എന്നാൽ മറുഭാഗത്ത് और ख्याल को आड़ बना അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും के करती है. മറയാക്കിക്കൊണ്ട് ഇതിനെ പിന്താങ്ങുകയും ചെയ്യുന്നു. दो उंगली नहीं चल सकती. आजादी ഈ രണ്ട് കാഴ്ചപ്പാട് ശരിയല്ല. कोई आसमानी से സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിയമം ഒരു ആകാശീയ നിയമവ്യവസ്ഥയല്ല. वहाँ की ഞാൻ അമേരിക്കയിലെ രാഷ്ട്രീയക്കാരോട് അവരോടുള്ള പ്രസംഗത്തിൽ ഇതും പറഞ്ഞിരുന്നു. ലോകർ ഉണ്ടാക്കിയ നിയമത്തിൽ കുറവുകൾ ഉണ്ടാവാം, തെറ്റുകൾ ഉണ്ടാവാം. पहलू कानून बनाते हुए ചില വശങ്ങൾ നിയമമുണ്ടാക്കുമ്പോൾ उनको इंसान കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കാം. കാരണം മനുഷ്യന്
लेकिन അദൃശ്യജ്ഞാനമില്ല. आलिमुल എന്നാൽ അള്ളാഹു ആലിമുൽ ഗൈബാണ്. गैब कानून जो है അവനാൽ നിർമ്മിതമായ നിയമത്തിൽ പോരായ്മകൾ ഉണ്ടാകുന്നതല്ല. अपने कानून को തങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച് അതിൽ ഒരു മാറ്റവും സാധ്യമല്ല എന്ന് ചിന്തിക്കരുത്. रद्दोबदल नहीं हो सकता, इसमें कोई तब्दीली नहीं हो सकती. आजादी इजहार का कानून तो है, लेकिन അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ना എന്നാൽ ഏതെങ്കിലും രാജ്യത്തിലെ നിയമത്തിലോ ഹ്യൂമൻ റൈറ്റ് ചാർട്ടറിലോ ये आजादी नहीं. മറ്റുള്ളവരുടെ മതപരമായ വിശ്വാസത്തെ വേദനിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന നിയമമില്ല. दूसरे मजहब के बुजुर्गों का इस्तेजा करने മറ്റുള്ള മതങ്ങളിലെ മഹാത്മാക്കളെ പരിഹസിക്കാൻ അനുവാദമുണ്ടാകാൻ പാടുള്ളതല്ല. दुनिया ഇത് എവിടെയും രേഖപ്പെട്ടിട്ടില്ല. ഇതുമൂലം ലോക സമാധാനം നശിക്കുന്നു. इससे नफरतों के लाभ ഇതുമൂലം उबलते हैं വെറുപ്പിന്റെ ലാവ ഉയർന്നു പൊങ്ങുന്നു. और मजहबों के दरमियान ഇതുമൂലം खलीज സമുദായത്തിലും മതങ്ങൾക്കിടയിലും വിടവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. अगर कानून ने അതുകൊണ്ട് आजादी बनाया है, സ്വാതന്ത്ര്യത്തിന്റെ നിയമം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ये आजादी का कानून ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനുള്ള നിയമങ്ങൾ തീർച്ചയായും तो बेशक बनाए, लेकिन ഉണ്ടാകണം. എന്നാൽ दूसरे शख्स के जज्बात से खेलने का कानून नहीं. മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ കൊണ്ട് കളിക്കുന്ന നിയമങ്ങൾ ഉണ്ടാകരുത്. यूएनओ भी इसलिए नाकाम हो रही है യുഎൻഒയും പരാജയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. कि ये नाकाम कानून बनाकर समझते हैं അവർ പരാജിത നിയമങ്ങൾ നിർമ്മിച്ച് തങ്ങൾ വലിയ ജോലി ചെയ്തു എന്ന് ധരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ നിയമം, അള്ളാഹു പറയുന്നു, भूतों को भी बुरा ना മറ്റുള്ളവരുടെ ബിംബങ്ങളെയും നിങ്ങൾ ചീത്ത വിളിക്കരുത്. കാരണം ഇതുമൂലം സമൂഹത്തിൽ സമാധാനം നശിക്കും. നിങ്ങൾ ബിംബങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ അവർ അജ്ഞത നിമിത്തം നിങ്ങളുടെ സർവശക്തനായ അള്ളാഹുവിനെതിരിൽ तुम्हारे दिलों में അനുയോജ്യമല്ലാത്ത വാക്കുകൾ പ്രയോഗിക്കും. जरूरतें बढ़ेंगी, അത് മുഖേന നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ടാകും. ഹൃദയങ്ങളിൽ വിദ്വേഷം വർദ്ധിക്കും. കലഹങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകും. രാജ്യത്ത് കലാപമുണ്ടായിത്തീരും. ഈ മനോഹര അധ്യാപനമാണ് ഇസ്ലാമിന്റെ ദൈവം നൽകുന്നത്. इस दुनिया का खुदा देता है, ഈ ലോകത്തിന്റെ ദൈവം നൽകുന്നത്, कायनात का खुदा देता है, ഈ പ്രപഞ്ചത്തിന്റെ ദൈവം നൽകുന്നത്, तालीम देता है. ലോകത്തിന്റെ പരിഷ്കരണത്തിനും സ്നേഹം നിലനാട്ടുന്നതിനുമായി പരിപൂർണനായ सल्लल्लाहु अलैहि वसल्लम को അധ്യാപനങ്ങളോടുകൂടി തന്റെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച ദൈവം നൽകുന്ന അധ്യാപനം ഇതാണ്. सल्लल्लाहु अलैहि वसल्लम को रहमत അവൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ तमाम റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന സ്ഥാനനാമത്തോടു കൂടി അയച്ചിരിക്കുന്നു. बस दुनिया മുഴുവൻ ലോകത്തിനും കാരുണ്യമായി നിയോഗിച്ചു. और अरबाब ലോകത്തിലെ വിദ്യാസമ്പന്നരും ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും ചിന്തിക്കുക, बेहुदा लोग ഈ ഏതാനും सख्ती से ദുഷ്പ്രകൃതക്കാരെ ശക്തമായി അടിച്ചമർത്താത്തതുകൊണ്ട് നിങ്ങളും ഈ കുറ്റത്തിൽ ഭാഗവാക്കായി തീരുന്നില്ലേ? ലോകത്തിലെ ജനങ്ങളും ചിന്തിക്കുക, बात से खेलकर മറ്റുള്ളവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി लाज में डूबे हुए ഈ ഭൗതിക കീടങ്ങളും മാലിന്യത്തിൽ മുങ്ങിയവരുമായവരോടൊപ്പം നിന്നുകൊണ്ട് हिस्सेदार तो नहीं. നിങ്ങളും ലോകസമാധാനം നശിപ്പിക്കുന്നതിൽ ഭാഗവാക്കാകുന്നില്ലേ? हम तो मुसलमान ഞങ്ങൾ അഹ്മദി മുസ്ലിങ്ങൾ कोई भी दकीका ലോകത്തിന്റെ സേവനത്തിനായി ഒരു മാർഗവും ഉപേക്ഷിക്കാറില്ല. അമേരിക്കയിൽ गुज़श्ता साल हम രക്തത്തിന് ആവശ്യം വന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ 12,000 ബോട്ടിൽ രക്തം वो जमा कर അഹമ്മദികൾക്ക് നൽകി. ഈ വർഷം അവർ വീണ്ടും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ അഹമ്മദി മുസ്ലിങ്ങൾ जिंदगी देने के लिए अपना खून दे रहे हैं और तुम लोग अपनी इन हरकतों से ജീവൻ നൽകുന്നതിന് വേണ്ടി തങ്ങളുടെ രക്തം നൽകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ടും दिल खून कर रहे हो. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കൊപ്പം നിന്നുകൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. और हकीकी ഇതാണ് ഒരു അഹമ്മദി മുസ്ലിമിന്റെ പ്രതികരണം. समझते ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ उनके ഞങ്ങൾ നീതി നിലനാട്ടുകയാണ് എന്ന് വാദിക്കുന്ന ഇവരുടെ ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനം ഇതാണ്. को तो इल्जाम दिया जाता है कि वो गलत कर മുസ്ലിങ്ങൾ തെറ്റു ചെയ്യുകയാണെന്ന് ആരോപിക്കുന്നു. बाज रद्द-ए-अमल അത് गलत ശരിയാണ്. ചില പ്രതിപ്രവർത്തനങ്ങൾ തെറ്റു തന്നെയാണ്. जलाओ പൊളിക്കുകയും അടിക്കുകയും
मासूम സംഘർഷവും ഘെരാവും ചെയ്യുന്നതും सफारत നിഷ്കളങ്കരെ വധിക്കുന്നതും എംബസികളിലുള്ളവരെ സംരക്ഷിക്കാതിരിക്കുന്നതും मारना അവരെ വധിക്കുകയും അടിക്കുകയും ചെയ്യുന്നത് ഇതെല്ലാം തന്നെ തെറ്റാണ്. എന്നാൽ अल्लाह ताला के मासूम അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ നബിമാരെ പരിഹസിക്കുന്നതും और दरीदा दैनी ചീത്ത വിളിക്കുന്നതും करना जो है बढ़ना ये भी बहुत बड़ा गुनाह है। അതിൽ മുന്നോട്ട് പോകുന്നതും അതും വലിയ പാപവും തെറ്റുമാണ്. गुज़श्ता दिनों കഴിഞ്ഞ ദിവസം दोबारा वो बाल ഇതെല്ലാം കണ്ട് ഫ്രാൻസിലെ ഒരു മാസികക്കും ആവേശമുണ്ടായി. जो पहले से भी बढ़कर അതും ഒരു നീചമായ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ഇത് മുമ്പത്തേക്കാൾ നീചമായിട്ടുള്ളതാണ്. दुनिया को ഈ ഭൗതികരായിട്ടുള്ളവർ ലോകമാണെല്ലാം എന്ന് ധരിക്കുന്നു. ये दुनिया എന്നാൽ ഈ ലോകം തന്നെയാണ് समान അവരുടെ നാശത്തിനുള്ള മാർഗമെന്ന് മനസ്സിലാക്കുന്നില്ല. मैं ये भी यहाँ कहना चाहूंगा कि दुनिया के ഇവിടെ ഞാൻ ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ഒരു വലിയ ഭാഗത്ത് മുസ്ലിം ഭരണമാണ് നിലനിൽക്കുന്നത്. की है बहुत इलाका दुनिया का ലോകത്തിന്റെ ഒരു വലിയ ഭാഗം മുസ്ലിങ്ങളുടെ അധീനതയിലാണ്. कुदरती वसाइल മുസ്ലിം രാജ്യങ്ങൾക്ക് അള്ളാഹു പ്രകൃതി വിഭവങ്ങളും നൽകിയിട്ടുണ്ട്. ममालिक यूएन മുസ്ലിം രാജ്യങ്ങൾ भी हैं UNO-യിലും कुरान करीम അംഗങ്ങളാണ്. जो मुकम्मल ज़ाब्ता है വിശുദ്ധ ഖുർആൻ പരിപൂർണ ജീവിത മാർഗരേഖയാണ്. और इसको पढ़ने वाले भी हैं। അവർ ഇതിൽ വിശ്വസിക്കുന്നവരും ഇത് ഓതുന്നവരുമാണ്. इस खूबसूरत എന്തുകൊണ്ടാണ് ഈ മനോഹര അധ്യാപനത്തെ എല്ലാ മേഖലകളിലും പ്രകടിപ്പിക്കുന്നതിന് മുസ്ലിം ഭരണാധികാരികൾ क्यों नहीं ये कर ശ്രമിക്കാത്തത്? क्यों दुनिया के എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? कुरान എന്തുകൊണ്ട് ലോകത്തിനു മുന്നിൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് भी जज्बात से खेल ലോകത്തിന്റെ മുന്നിൽ ഈ കാര്യം अल्लाह की വ്യക്തമാക്കുന്നില്ല? മതവികാരങ്ങൾ കൊണ്ട് കളിക്കുന്നതും അള്ളാഹുവിന്റെ നബിമാരെ അപമാനിക്കാൻ ശ്രമിക്കുന്നതും ഇതും ഒരു കുറ്റമാണ്. ഇത് വലിയൊരു കുറ്റവും പാപവുമാണ്. ഇത് ലോകത്തിന്റെ സമാധാനത്തിനും यूएनओ के അനിവാര്യമായ കാര്യമാണ്. ഇതും UNO-യുടെ സമാധാന ചാർട്ടറിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. शहरी को इजाजत नहीं देगा ഒരു ഭരണാധികാരിയും തന്റെ പൗരന് മറ്റുള്ളവരുടെ മതവികാരങ്ങൾ കൊണ്ട് കളിക്കാൻ അനുവാദം നൽകാൻ പാടുള്ളതല്ല. ख्याल के नाम पर दुनिया का സ്വതന്ത്ര ചിന്താഗതിയുടെ പേരിൽ इजाजत नहीं दी। ലോക സമാധാനം നശിപ്പിക്കാൻ അനുവദിക്കുന്നതല്ല. लेकिन अफसोस कि इतने अरसे से എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇത്ര കാലമായിട്ടും ഇതെല്ലാം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പോലും മുസ്ലിം രാജ്യങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. और तमाम റസൂൽ തിരുമേനിയുടെയും മറ്റുള്ള പ്രവാചകന്മാരുടെയും इज्जत नामूस എല്ലാ നബിമാരുടെയും दुनिया को आगाह അഭിമാനത്തെക്കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തണം. बैनुल अक़वामी सतह पर इसको तस्लीम करवाएं। അന്താരാഷ്ട്ര തലത്തിൽ ഈ കാര്യം यूएनओ के बाकी फैसले അംഗീകരിപ്പിക്കണം. इस पर भी अमल नहीं UNO-യുടെ മറ്റ് पर अमल हो रहा है। തീരുമാനങ്ങളെ പോലെ തന്നെ चीज रिकॉर्ड में तो आ जाएगी ഇതും പ്രാവർത്തികമാകണമെന്നില്ല. ये है മുമ്പുള്ള ഏത് സമാധാന ഉടമ്പടിയാണ് ये तो कायम അനുസരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഏതായാലും ചുരുങ്ങിയത് ഒരു കാര്യം രേഖയിൽ വരുമായിരുന്നു. जहां मुसलमान OIC ഉണ്ട്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്. मुल्कों के सियासतदान മുസ്ലിങ്ങളുടെ സ്ഥാനം ഉയരുന്നതിനു വേണ്ടി ഇവർ മുഖേന ശക്തമായ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. अगर नहीं മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി എല്ലാവിധത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ठोस कोशिशें होती ദീനിന്റെ മഹത്വത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. अवाम नास का ये गलत അഥവാ നമ്മുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പൊതുജനങ്ങളുടെ ഈ തെറ്റായ പ്രതിപ്രവർത്തനം ഉണ്ടാകുമായിരുന്നില്ല. ഇത് പാകിസ്ഥാനിലും മറ്റു രാജ്യങ്ങളിലും ഉള്ളതുപോലെ, जिसका ഇന്ന് പാകിസ്ഥാനിലും മറ്റു രാജ്യങ്ങളിലും ഉള്ളതുപോലെ അവർക്കറിയാം. हजरत सल्लल्लाहु ഇതിനായി ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട്. അവർ ഇത് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനവും फोरम पर മറ്റു പ്രവാചകന്മാരുടെ അഭിമാനവും നിലനിർത്തുന്നതിനായി कि जो ये कह रहे हैं सच है। ലോകത്തിന്റെ മുമ്പിൽ ഇവർ പരിശ്രമിക്കുന്നതായിരിക്കും. फिर मगरबी ममालिक में ലോകത്തിന്റെ മുമ്പിൽ ഇവർ പറയുന്നതാണ് സത്യവും യാഥാർത്ഥ്യവും बहुत बड़ी तादाद है। എന്ന രൂപത്തിൽ ഇവർ എഴുന്നേറ്റ് നിൽക്കുന്നതായിരിക്കും. दुनिया में मुसलमान दूसरी बड़ी ताकत है। പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു വലിയ ഭാഗത്ത് മുസ്ലിങ്ങളുടെ അംഗസംഖ്യയുണ്ട്. ലോകത്ത് മുസ്ലിങ്ങൾ രണ്ടാമത്തെ വൻശക്തിയാണ്. तो हर लिहाज മതപരമായും അംഗസംഖ്യയുടെ കാര്യത്തിലും. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് और इस सूरत में ചരിക്കുകയാണെങ്കിൽ ഇവർ എല്ലാവിധത്തിലും ഏറ്റവും വലിയ ശക്തിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള
ഹൃദയവേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നില്ല. मुसलमान ममालिक അവർക്ക് അത് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഏതായിരുന്നാലും മുസ്ലിം രാജ്യങ്ങളിലെ കൂടാതെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിങ്ങളുടെ ഒരു വലിയ വിഭാഗമുണ്ട്. यूरोप में मिलियंस की तादाद में യൂറോപ്പിൽ तुर्की आबाद है, മില്യൺ കണക്കിന് തുർക്കികൾ മാത്രം വസിക്കുന്നുണ്ട്. तो बल्कि मिलियंस की तादाद में यूरोप के हर मुल्क में आबाद है, യൂറോപ്പിൽ മാത്രമല്ല, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും മില്യൺ കണക്കിന് വസിക്കുന്നുണ്ട്. मिलियंस की तादाद में आबाद. इसी तरह दूसरी मुसलमान कौमें हैं, അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സമുദായങ്ങളും ഇവിടെ വസിക്കുന്നുണ്ട്. मुसलमान यहाँ आए हुए हैं, यूके में भी आबाद है, ഏഷ്യയിൽ നിന്ന് മുസ്ലിങ്ങൾ ഇവിടെ വരുന്നുണ്ട്. कनाडा में आबाद है, यूरोप के യുകെയിലും താമസിക്കുന്നുണ്ട്, അമേരിക്കയിലും കാനഡയിലുമുണ്ട്, യൂറോപ്പിലെ ഓരോ പ്രദേശത്തും വസിക്കുന്നുണ്ട്. അഥവാ ഇവർ എല്ലാവരും തന്നെ മതസഹിഷ്ണുത പുലർത്തുന്ന രാഷ്ട്രീയക്കാർക്ക് മാത്രമേ തങ്ങളുടെ വോട്ട് നൽകുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ, न सिर्फ जुबानी इजहार हो बल्कि उसकी अमली നാവ് കൊണ്ട് പറയുക മാത്രമല്ല പ്രവർത്തന തലത്തിൽ കൊണ്ടുവന്നാൽ, और ऐसे बहुधा गौओं की ഇത്തരത്തിൽ അനാവശ്യം പുലമ്പുകയും അനാവശ്യ फिल्में बनाने वालों की ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നവരെ ഈ ഭൗതിക ഭരണാധികാരികൾ തന്നെ इस बेहूदगी के खिलाफ ഒരു വിഭാഗം തുറന്ന നിലയിൽ ഈ അനാവശ്യത്തിനെതിരിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരായിത്തീരും. मुसलमान अगर अपनी अहमियत को समझें, മുസ്ലിങ്ങൾ അഥവാ തങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലോകത്ത് ഒരു വിപ്ലവം തന്നെ സംജാതമാകും. के अंदर मजहबी जज्बात के एहतराम के कानून बनवा सकते हैं. രാജ്യങ്ങൾക്കകത്ത് മതവികാരങ്ങളെ അംഗീകരിക്കേണ്ടതിനെ കുറിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഭാഗത്തേക്ക് ശ്രദ്ധയില്ല. ഇതിലേക്ക് ശ്രദ്ധിപ്പിക്കുന്ന അഹമ്മദിയ ജമാഅത്തിനെ എതിർക്കുന്നതിനായി അരമുറുക്കിയിരിക്കുകയാണ്. അങ്ങനെ ശത്രുക്കളുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ताला मुसलमान लीडर അള്ളാഹു सियासतदान മുസ്ലിം നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പണ്ഡിതന്മാർക്കും ബുദ്ധി നൽകുമാറാകട്ടെ. അവർ തങ്ങളുടെ ശക്തിയെ ദൃഢപ്പെടുത്തട്ടെ, തങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നവരായി തീരട്ടെ, ये लोग അധ്യാപനങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നവരായി തീരട്ടെ. बेहुदा റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, उन्होंने ये फिल्म बनाई है, ഈ ചലച്ചിത്രം നിർമ്മിച്ചവർ, काम किया है, ഇതിൽ പ്രവർത്തിച്ചവർ, का अंदाजा ഇവരുടെ സ്വഭാവ നിലവാരം बारे में मालूमात हैं. ഇവരെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. कहा जाता है कि एक ഏറ്റവും വലിയ പങ്ക് പറയുന്നത് അമേരിക്കയിലെ താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടേതാണ്. ये शाम से ലാസിയാലോ എന്നോ മറ്റോ ആണ് ഇയാളുടെ പേര്. कहलाता है. बहरहाल इसके സാംസബീൽ എന്നോ മറ്റോ പറയപ്പെടുന്നു. कि इसकी ഏതായിരുന്നാലും ഇയാളെ കുറിച്ച് പറയുന്നു, ഇയാളുടേത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. फ्रॉड की ഇയാൾ കുറ്റവാളിയാണ്. जेल में भी रह चुका है. ഫ്രോഡ് കാരണം 2010 ജയിലിൽ അടച്ചു. ഫിലിം ഡയറക്ട് ചെയ്ത രണ്ടാമൻ फिल्म डायरेक्टर था जिसका डायरेक्ट की है. ये पोर्नोग्राफी मूवीज का डायरेक्टर है. ഇയാൾ പോണോഗ്രാഫി ഫിലിമിന്റെ സംവിധായകനാണ്. वो सब पोर्नोग्राफी ഇതിൽ ഉൾപ്പെട്ട ആക്ടർമാർ എല്ലാം ഫോണോഗ്രാഫി സിനിമകളിലെ ആക്ടർമാരാണ്. ഇതാണ് ഇവരുടെ സ്വഭാവത്തിന്റെ നിലവാരം. वो तो आदमी പോണോഗ്രാഫി ഫിലിമിന്റെ പരിധി മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. में डूबे हुए हैं लोग. ഇതിൽ മുങ്ങിയവരാണിവർ. उस हस्ती पर എന്നിട്ട് जिसके आला अखलाक ഉന്നത സ്വഭാവ ഗുണത്തെക്കുറിച്ചും उनकी പരിശുദ്ധിയെക്കുറിച്ചും അള്ളാഹു സാക്ഷ്യം പറഞ്ഞ വ്യക്തിയെ ആക്ഷേപിക്കാൻ പുറപ്പെട്ടിരിക്കുന്നു. यकीनन खुदा ഈ നികൃഷ്ട കർമ്മം ചെയ്തുകൊണ്ട് ഇവർ തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷയെ इसी तरह इस फिल्म ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു. करने वाले भी അതുപോലെ തന്നെ आपसे नहीं बच सकते. ഈ ചിത്രത്തെ സ്പോൺസർ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇതിൽ തന്റെ വില കുറഞ്ഞ मैं कुरान जला പ്രശസ്തിക്കു വേണ്ടി അമേരിക്കയിൽ വിവിധ അവസരങ്ങളിൽ ഖുർആൻ കത്തിക്കാൻ ശ്രമിച്ച പാദ്രിയും ഉൾപ്പെടുന്നു. अल्लाह मज़िकुम कुल्ला मुमज़्ज़किन അല്ലാഹുമ്മ മസ്സിക്കഹും കുല്ല മുമസ്സിക്കിൻ വസഹിക്കഹും തസ്ഹീക. मीडिया ने बात മാധ്യമങ്ങളിൽ ചിലത് करने की कोशिश भी की है और साथ അപലപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കൂടെ തന്നെ अमल की भी मजम्मत की है. മുസ്ലിങ്ങളുടെ പ്രതിപ്രവർത്തനത്തെ അപലപിച്ചിട്ടുണ്ട്. लेकिन ये भी ശരിയാണ്, തെറ്റായ പ്രതികരണത്തെ അപലപിക്കണം. बहरहाल എന്നാൽ ഇതുകൂടി നോക്കണം, തുടക്കം ആരിൽ നിന്നാണ് ഉണ്ടായത്. मुसलमान ഏതായിരുന്നാലും ഇത് മുസ്ലിങ്ങളുടെ നിർഭാഗ്യമാണ്. मुसलमानों की एक ഇതെല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് ഐക്യമില്ലാത്തതുകൊണ്ടും നേതാവില്ലാത്തതുകൊണ്ടുമാണ് സംഭവിക്കുന്നത്. പ്രവാചക സ്നേഹത്തിന്റെ വാദമുണ്ടെങ്കിലും दावे के दूर हटे हुए हैं ये लोग. ദീനിൽ നിന്ന് ഇവർ വിദൂരത്തിലാണ്. दावा तो बेशक है, लेकिन വാദം തീർച്ചയായും ഉണ്ട്.
दुनियावी എന്നാൽ ദീനിനെ കുറിച്ച് അറിവൊന്നും തന്നെയില്ല. ഭൗതികമായ നിലയിലും किसी मुसलमान ബലഹീനരായിക്കൊണ്ടിരിക്കുന്നു. ഒരു മുസ്ലിം രാജ്യവും ശക്തമായ നിലയിൽ अगर किया है ഒരു രാജ്യത്തോടും പ്രതികരിച്ചിട്ടില്ല. അഥവാ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രമാത്രം ബലഹീനമായ നിലയിൽ. मुसलमानों के एहतजाज पर ഏതുവരെ എന്നാൽ മാധ്യമങ്ങൾ അതിനൊരു പ്രാധാന്യം നൽകിയില്ല. അഥവാ മുസ്ലിങ്ങൾ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ 1.8 ബില്യൺ മുസ്ലിങ്ങൾ കുട്ടികളെ പോലെ പ്രതികരിക്കുമായിരുന്നില്ല. जब कोई संभालने वाला ना हो तो फिर तो നോക്കാൻ ആരും തന്നെ ഇല്ല എങ്കിൽ പിന്നെ എല്ലാവരും അവിടെ ഇവിടെ കറങ്ങി നടക്കും. इस लिहाज से പ്രതികരണം കുട്ടികളെ പോലെ തന്നെയാണ് ഉള്ളത്. भी वादे करते അതുകൊണ്ട് പരിഹസിക്കുകയും ചെയ്തു, भी खुदा करे कि ഒപ്പം യാഥാർത്ഥ്യം പറയുകയും ചെയ്തു. ഇനിയെങ്കിലും മുസ്ലിങ്ങൾ ലജ്ജിക്കുന്നവരായി അള്ളാഹു തീർക്കുമാറാകട്ടെ. ദീനീപരമായ काम का കണ്ണുകൾ അന്ധത ബാധിച്ച ഇവർ, പ്രവാചകന്മാരുടെ സ്ഥാനത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത ഇവർ, गिरा അവർ ഹദ്റത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനം ഇകഴ്ത്തുമ്പോഴും മിണ്ടാതിരിക്കുന്നു. ഇവർക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുസ്ലിങ്ങളുടെ വികാരങ്ങളുടെ പ്രതിപ്രവർത്തനം കുട്ടികളുടെ പ്രവർത്തനമായി തോന്നിയേക്കാം. कहा ഏതായിരുന്നാലും 6 में भी मैंने तो जो 2006 इस तरफ तो ഞാൻ പറഞ്ഞിരുന്നു, और एक ऐसा ठोस ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. बनाए कि आइंदा ऐसी बेहूदगी की किसी को जरूरत ना हो. काश ഇതിലും मुसलमान मुल्क ഇനിയും ആർക്കും ഈ വിധത്തിലുള്ള നികൃഷ്ട കർമ്മത്തിന് पहुंचाने की हमारे अहमदी को भी कोशिश करनी चाहिए. ധൈര്യമുണ്ടാകാതിരിക്കാൻ ഒരു ശക്തമായ പ്രവർത്തന രൂപ രേഖ ഉണ്ടാക്കുക. बैठ जाने से तो ये मसला हल नहीं होगा. മുസ്ലിം രാജ്യങ്ങൾക്ക് ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ, ये भी एक जगह से तजवीज അവരിലേക്ക് എത്തുമെങ്കിൽ ഈ സന്ദേശം എത്തിക്കാൻ ഓരോ അഹമ്മദിയും ശ്രദ്ധിക്കേണ്ടതാണ്. 4 ദിവസം പ്രതികരിച്ച് ഇരുന്നു പോയാൽ മാത്രം പോരാ. पिटीशन करें. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നതല്ല. मुसलमान वकला ഈ ഒരു അഭിപ്രായവും എവിടെ നിന്നോ വന്നു, ജനങ്ങൾ അഭിപ്രായം അയച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ എല്ലാ മുസ്ലിം വക്കീലന്മാരും ഒരുമിച്ചുകൊണ്ട് പെറ്റീഷൻ നൽകുക. അന്താരാഷ്ട്ര തലത്തിൽ സ്ഥാനമുള്ള മുസ്ലിം വക്കീൽമാർ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, ഇതിനെക്കുറിച്ച് ऐसी बेहूदगी ഇത് സാധ്യമാണോ എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തിയിരുന്നെങ്കിൽ, ഏതുവരെ ഇത്തരത്തിലുള്ള നികൃഷ്ട കർമ്മങ്ങൾ കണ്ടുകൊണ്ടിരിക്കും? ഏതുവരെ തങ്ങളുടെ രാജ്യത്ത് പ്രതിപ്രവർത്തനവും കലഹവും ഉണ്ടാക്കി ഒതുങ്ങിക്കൂടും? ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രതികരണം ഉണ്ടാകുന്നതല്ല, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയവരിലും ഒരു സ്വാധീനം ഉണ്ടാക്കുന്നതല്ല. ഈ രാജ്യങ്ങളിലെ നിഷ്കളങ്കരായ ആക്രമിച്ചാൽ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ വധിക്കാൻ ശ്രമിച്ചാൽ, എംബസികളെ ആക്രമിച്ചാൽ, ഇതെല്ലാം ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതിന് ഇസ്ലാം ഒരിക്കലും അനുവാദം നൽകുന്നില്ല. एतराज റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ ഇങ്ങനെ സ്വയം ആരോപണം ഉന്നയിക്കാൻ അവസരം ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുന്നത്. इसका जवाब नहीं है. തീവ്രവാദം ഇതിന് മറുപടിയല്ല. वही है जो ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതുപോലെ अपने अमाल की इस्लाह और दुरुस्त തങ്ങളുടെ പ്രവൃത്തികളെ नबी पर പരിഷ്കരിക്കുക, इंसानियत का മനുഷ്യകുലത്തിന്റെ മോക്ഷദാതാവായ ആ നബിക്ക് സലാത്തും സലാമും ചൊല്ലുക എന്നതാണ്. ममालिक का एक ഭൗതിക പരിശ്രമം എന്ന നിലയിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിത്തീരുക. मगरबी मुल्कों में रहने वाले मुसलमानों को പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ തങ്ങളുടെ വോട്ടിന്റെ ശക്തി ഉപയോഗിക്കുക. ഏതായിരുന്നാലും ജമാഅത്ത് അംഗങ്ങൾ എവിടെയാണോ അവിടങ്ങളിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുക. തങ്ങളുടെ മറ്റു സഹോദരങ്ങളെയും ഈ മാർഗത്തിൽ ചരിക്കാൻ പരിശ്രമിക്കുക. തങ്ങളുടെ ശക്തി ഉപയോഗിക്കുക. ഈ രാജ്യങ്ങളിൽ ഉള്ളവർ തങ്ങളുടെ വോട്ടിന്റെ ശക്തി ഉപയോഗിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മനോഹര ദൃശ്യം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. आज ये लोग आजादी इजहार का शोर मचाते ഇന്ന് ഇവർ ചിന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടി हैं कि इस्लाम में तो ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. और बोलने का इख्तियार പറയുന്നു, ഇസ്ലാമിൽ ചിന്താ സ്വാതന്ത്ര്യത്തിനോ പറയാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. मुसलमान दुनिया की ഉദാഹരണമായി അവർ मुसलमान ममालिक में आजादी ലോകത്തിന്റെ മുസ്ലിം രാജ്യത്തിന്റെ ഉദാഹരണം നൽകുന്നു. പറയുന്നു, മുസ്ലിം രാജ്യങ്ങളിൽ അവിടുത്തെ പൗരന്മാർക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ലഭിക്കുന്നില്ല എങ്കിൽ അത് ആ രാജ്യങ്ങളുടെ നിർഭാഗ്യാവസ്ഥയാണ്. ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ताल्लुक नहीं है. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. लोगों के वेद നമുക്ക് ചരിത്രത്തിൽ നിന്ന് റസൂൽ തിരുമേനിയോട് मुखातब होने ജനങ്ങൾ യാതൊരു ഭയവുമില്ലാതെ സംസാരിച്ചതും എന്നല്ല, ബഹുമാനവും ആദരവും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസാരിച്ചതായി കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നിട്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹനവും ക്ഷമയും സ്ഥൈര്യത്തിന്റെയും ലോകത്തിൽ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കാത്ത സംഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനധർമ്മത്തിന്റെ സംഭവങ്ങളായിട്ടാണ് പറയാറുള്ളത്. എന്നാൽ ഇത് इनमें बेबाकी ഈ സംഭവങ്ങൾ
ഇതിൽ इजहार होता है, हद का इजहार, और फिर आपका അനാദരവ് പ്രകടിപ്പിക്കുന്ന हजरत जुबैर കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഹസ്രത്ത് ജുബൈർ ബിൻ മുഅത്തം कहते हैं നിവേദനം ചെയ്യുന്നു, बताया പറയുന്നു, कि एक बार वो रसूल എന്നോട് പറഞ്ഞു, के साथ थे ഒരിക്കൽ അദ്ദേഹം റസൂൽ തിരുമേനിയോടൊപ്പമായിരുന്നു. थे റസൂൽ തിരുമേനിയോടൊപ്പം മറ്റു ചിലരും ഉണ്ടായിരുന്നു. बदवी लोग, റസൂൽ തിരുമേനി ഹുനൈനിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. यहाँ तक कि उन्होंने आप ഗ്രാമീണരായ അറബികൾ റസൂൽ തിരുമേനിക്ക് ചുറ്റും കൂടി ചോദിച്ചുകൊണ്ടിരുന്നു. के कांटों में आपकी चादर अटक गई. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम, ഏതുവരെ എന്നാൽ അവർ അദ്ദേഹത്തെ ഒരു ബഗൂലിന്റെ വൃക്ഷത്തിലേക്ക് നീങ്ങാൻ നിർബന്ധിച്ചു. मेरे पास इन जंगली दरख्तों की तादाद के बराबर ऊंट होते तो मैं उन्हें तुम में बांट देता. അതിന്റെ മുള്ളുകളിൽ അദ്ദേഹത്തിന്റെ പുതപ്പ് കുടുങ്ങിപ്പോയി. न पाते और ना झूठा और ना बुज़दिल. फिर एक रिवायत है, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം बयान करते हैं कि എന്നിട്ട് പറഞ്ഞു, എന്റെ പുതപ്പ് എനിക്ക് തരൂ. അഥവാ എന്റെ പക്കൽ ഈ കാട്ടുവൃക്ഷത്തിന്റെ ഇലയോളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ പിശുക്കനോ കള്ളവാദിയോ ഭീരുവായി കാണുമായിരുന്നില്ല. മറ്റൊരു റിവായത്ത് ഹസ്രത്ത് അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റേതാണ്. പറയുന്നു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പമായിരുന്നു. അവിടുന്ന് ഒരു തടി കൂടിയ കരയോട് കൂടിയ പുതപ്പ് ധരിച്ചിരുന്നു. ഒരു ഗ്രാമീണനായ അറബി ഈ പുതപ്പ് ഇത്രമാത്രം ശക്തമായ നിലയിൽ कि आप मुझे വലിച്ചു. അതിന്റെ और ना ही अपने वालिद കരകളുടെ അടയാളം അവിടുത്തെ കഴുത്തിൽ കാണപ്പെട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു താങ്കൾക്ക് നൽകിയിരിക്കുന്ന ഈ സമ്പത്തിൽ നിന്ന് कि माल तो अल्लाह ही का है. എന്റെ ഒട്ടകങ്ങളിലും കുറച്ച് फिर आपने फरमाया വെച്ചാലും, കാരണം താങ്കൾ എനിക്ക് താങ്കളുടെ സമ്പത്തിൽ നിന്നോ താങ്കളുടെ പിതാവിന്റെ സമ്പത്തിൽ നിന്നോ തരുന്നതല്ല. അതിന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായിരുന്നു. പിന്നീട് പറഞ്ഞു, അൽ മാലു ലില്ലാഹി അന അബ്ദുഹു, സമ്പത്ത് അല്ലാഹുവിന്റേതാണ്, ഞാൻ അവന്റെ ദാസനാണ്. പിന്നീട് सल्लल्लाहु अलैहि वसल्लम അവിടുന്ന് പറഞ്ഞു, എന്നെ ബുദ്ധിമുട്ടിച്ചതിന് നിന്നോട് പകരം ചോദിക്കും. ആ ഗ്രാമീണൻ പറഞ്ഞു, സാധ്യമല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ട് നിന്നോട് പകരം ചോദിക്കുകയില്ല? ആ ഗ്രാമീണൻ പറഞ്ഞു, കാരണം താങ്കൾ തിന്മക്ക് പകരം തിന്മ ചെയ്യുകയില്ല. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഇയാളുടെ ഒരൊട്ടകത്തിൽ കാരക്ക വെച്ച് കെട്ടിയാലും ഇതാണ് ക്ഷമയുടെയും സഹനത്തിന്റെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ സ്ഥാനം. ഇത് സ്വന്തം ആളുകളോട് മാത്രമല്ല ശത്രുക്കളോടും ഉണ്ടായിരുന്നു. ഇതാണ് ആ ഉന്നത സ്വഭാവ ഗുണം. ये एतराज ദാനധർമ്മവും സഹനവും ക്ഷമയും സ്ഥൈര്യത്തിന്റെയും പ്രകടനം ഇതിലുണ്ട്. करते हैं और एतराज कर देते ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അറിവില്ലാത്തത് കാരണം हैं. आलमीन എഴുന്നേൽക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ആ റഹ്മത്തുല്ലിൽ ആലമീനെ കുറിച്ച് പറയുന്നു, ये इन्होंने सख्ती थी और फलां था और फलां था. അദ്ദേഹം ക്രൂരത കാണിച്ചു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നല്ല. പിന്നീട് भी सुना इस फिल्म में लगाया गया. വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ഇതും ഈ ഫിലിമിലുണ്ട്. ഞാൻ ഇത് കണ്ടിട്ടില്ല. ആളുകളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. ഈ വിശുദ്ധ ഖുർആൻ ആദ്യമായി വഹി ലഭിച്ചതിനു ശേഷം ഹദരത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്റെ പിതൃ സഹോദരന്റെ അടുത്ത് റസൂൽ തിരുമേനിയെ കൊണ്ടുപോയിരുന്നു. വറക്ക ബിൻ നൗഫലിന്റെ പക്കൽ അദ്ദേഹമാണ് ഈ ഖുർആൻ എഴുതി നൽകിയത്. നിഷേധികൾ അവിടുത്തെ ജീവിതത്തിൽ ഈ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. നീ എന്തുകൊണ്ടാണ് ഈ बिल्कुल ही ഖുർആൻ ഭാഗങ്ങളായി അവതരിപ്പിക്കുന്നത്? ഒരുമിച്ച് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? लेकिन एक दो पादरी जो उनमें ഈ പാവങ്ങൾ അറിവില്ലാത്തവരാണ്. ചരിത്രവുമായി ഇവർ इल्मी लिहाज പുലബന്ധം പോലുമില്ല. ഇത് നിർമ്മിച്ചവർ वर्का बिन എല്ലാം ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിൽ ഉൾപ്പെട്ട ഏതാനും പാതിരിമാരുണ്ട്. അവർ തങ്ങളെ സ്വയം तुझे तेरी कौम അറിവുള്ളവരാണ് എന്ന് ധരിക്കുന്നവരാണ്. അവരും वफात भी हो गई. വിജ്ഞാനപരമായി അന്ധരാണ്. വറക്ക ബിൻ നൗഫൽ ഇതായിരുന്നു പറഞ്ഞത്, നിന്നെ നിന്റെ സമുദായം രാജ്യത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം വഫാത്തായി. പിന്നീട് ഈ പാതിരിക്ക് ചരിത്രവുമായി जो है इस बहस में हमेशा യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. ഓറിയന്റലിസ്റ്റുകൾ വിശുദ്ധ ഖുർആന്റെ ഈ സൂറത്ത് എവിടെ ഇറങ്ങിയെന്നതിനെ കുറിച്ച് ഒരുപാട് വാദവിവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. इस बात से भी बहस, മദീനയിലാണോ മക്കയിലാണോ എന്നെല്ലാം. और ये कहते हैं कि उसने लिख कर दे दिया. ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. कुरान करीम का अपना चैलेंज है, പിന്നീട് പറയുന്നു, लिख के दे दिया तो जैसी एक सूरत ही ला के दिखा दो. അയാൾ ഇത് എഴുതി നൽകിയതാണ്. के एहतराम का सवाल पैदा हो, വിശുദ്ധ ഖുർആൻ സ്വയം വെല്ലുവിളിക്കുന്നുണ്ട്. इसमें भी എഴുതിയത് തന്നെയാണ് എങ്കിൽ അതുപോലുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരിക. പിന്നീട് വികാരത്തെ ബഹുമാനിക്കുന്ന ചോദ്യം ഉയരുന്നു. അതിലും റസൂൽ തിരുമേനിയോട് കിടപിടക്കാൻ ആരും തന്നെയില്ല. താൻ എല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠനാണ് എന്ന് അറിയാമായിരുന്നിട്ടും യഹൂദിയുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എനിക്ക് മൂസയേക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കരുത്. ദരിദ്രരുടെ വികാരത്തെ മാനിച്ചിരുന്നു. അവരുടെ സ്ഥാനത്തെ അവിടുന്ന് ഇപ്രകാരം ബഹുമാനം നൽകുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു
സമ്പന്ന സഹാബി മറ്റുള്ളവരിൽ തന്റെ ശ്രേഷ്ഠത പ്രകടിപ്പിക്കുകയായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് പറഞ്ഞു, നിനക്ക് ഈ സമ്പത്തും കഴിവും ശക്തിയും നിന്റെ കൈക്കരുത്തു കൊണ്ടാണ് ലഭിച്ചത് എന്ന് നീ ധരിക്കുന്നുവോ? അങ്ങനെയല്ല. നിന്റെ സാമൂഹിക ശക്തിയും സാമ്പത്തിക ശക്തിയും ദരിദ്രരിലൂടെയാണ് ഉണ്ടാകുന്നത്. ഈ സ്വതന്ത്രവാദികൾ ഇന്ന് ദരിദ്രരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പരിശ്രമിക്കുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ അവകാശങ്ങൾ തൊഴിലാളിയുടെ വേതനം തന്റെ വിയർപ്പ് വറ്റുന്നതിനു മുമ്പ് അവന് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകുകയുണ്ടായി. ഈ മനുഷ്യസ്നേഹമായി അവർക്ക് എവിടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്വഭാവ ഗുണത്തിന്റെ ഏത് വശമെടുത്താലും അതിന്റെ ഉന്നത മാതൃക റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ കാണാൻ സാധിക്കും. ഇനി ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് സ്ത്രീകളെ വളരെ ഇഷ്ടമായിരുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നു. വിവാഹത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നു. അള്ളാഹുവിന് ഇതറിയാമായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുകയും ആ സംഭവങ്ങളിൽ ഇതിനുള്ള മറുപടിയും മുന്നിൽ വരികയുണ്ടായി. അസ്മാ ബിൻത് നുഅ്മാൻ ബിൻ അബി ജറമിനെ കുറിച്ച് പറയുന്നു, അവർ അറേബ്യയിലെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകളിൽപ്പെട്ട ആളായിരുന്നു. അവർ മദീനയിൽ വന്നപ്പോൾ സ്ത്രീകൾ പോയി കണ്ടു. എല്ലാവരും വളരെയധികം പ്രശംസിച്ചു. ഇത്ര മനോഹരിയായ സ്ത്രീയെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അവരുടെ പിതാവിന്റെ ആഗ്രഹപ്രകാരം അവിടുന്ന് അവളുമായി 500 ദർഹമിന് മഹർ നൽകിക്കൊണ്ട് നിക്കാഹ് ചെയ്തു. അവിടുന്ന് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ താങ്കളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു. ഇത് കേട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു വലിയ അഭയസ്ഥാനത്തോട് അഭയം ചോദിച്ചിരിക്കുന്നു. എന്നിട്ട് പുറത്തു വന്നു. അബൂ ഉസൈദിനോട് എന്ന് തന്റെ സഹാബിയോട് പറഞ്ഞു, ഇവരെ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോവുക. ചരിത്രത്തിൽ ഇതും കാണാം. ഈ വിവാഹത്തിൽ വീട്ടുകാർ വളരെ സന്തോഷത്തിലായിരുന്നു. ഞങ്ങളുടെ മകൾ റസൂൽ തിരുമേനിയുടെ ഭാര്യയായിരിക്കുന്നു. എന്നാൽ തിരിച്ചു വന്നപ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ടു. അവളെ ചീത്ത പറഞ്ഞു. ഈ മഹാനായ വ്യക്തിയെക്കുറിച്ചാണ് സ്ത്രീകളെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചത് പോലും അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത് കൊണ്ടായിരുന്നു. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിട്ടുണ്ട്, ഭാര്യമാരില്ലായിരുന്നുവെങ്കിൽ മക്കൾ ഉണ്ടാകുമായിരുന്നില്ല. മക്കൾ മുഖേന ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾക്ക് ഏതു വിധേനയാണ് പ്രകടിപ്പിച്ചത്. അതുപോലെ തന്നെ ഭാര്യമാരോടുള്ള നല്ല പെരുമാറ്റത്തിന്റെ മാതൃക പിന്നെ എങ്ങനെയാണ് നിലനാട്ടാൻ സാധിക്കുക? അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയായിരുന്നു. ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നു, അവർ വളരെയധികം പ്രിയപ്പെട്ടവരായിരുന്നു. പിന്നീട് വയസ്സിനെ കുറിച്ചും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് രാത്രിയിൽ അവിടുന്ന് ഇതാണ് പറഞ്ഞിരുന്നത്, ഞാൻ മുഴുവൻ രാത്രിയും അള്ളാഹുവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. അവനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവൻ. ആരുടെ തലച്ചോറിലാണോ മാലിന്യം നിറഞ്ഞിരിക്കുന്നത് അവർ ഈ ആരോപണം തന്നെ നടത്തണം. അത് നടത്തിയിട്ടുണ്ട്, അത് നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹു അത്തരക്കാരെ കൊണ്ട് നരകം നിറച്ചുകൊണ്ടിരിക്കും. ഇവരും ഇവരെ സഹായിക്കുന്നവരും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു തന്റെ പ്രിയപ്പെട്ടവർക്കായി വളരെയധികം ആത്മാഭിമാനമുള്ളവനാണ്. ഈ കാലഘട്ടത്തിൽ അവൻ തന്റെ മസീഹിനെയും മഹ്ദിയെയും നിയോഗിച്ച് ലോകത്തെ പരിഷ്കരണത്തിലേക്ക് ശ്രദ്ധിപ്പിച്ചു. എന്നാൽ അഥവാ പരിഹാസത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും വിട്ടുനിന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ പിടുത്തവും വളരെ ഭയാനകമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും നാശമാണുള്ളത്. അമേരിക്കയിലും കൊടുങ്കാറ്റുണ്ടാകുന്നു, മുമ്പത്തേക്കാൾ കൂടുതലായി ഉണ്ടാകുന്നു. സാമൂഹിക ശോചനീയാവസ്ഥ വർദ്ധിക്കുന്നു. ഗ്ലോബൽ വാർമിംഗ് കാരണം ജനങ്ങൾ വെള്ളത്തിലാകുന്നതിന്റെ ഭയം അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഭീതികളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ എല്ലാ കാര്യങ്ങളിലും അതിർത്തി ലംഘിച്ചവർ അള്ളാഹുവിലേക്ക് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുന്നവരായി തീരേണ്ടതാണ്. ഈ വിധത്തിലുള്ള അനാവശ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നവരായി തീരരുത്.
എന്നാൽ നിർഭാഗ്യവശാൽ हदूद से ഇതിന് വിപരീതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിരുകൾ ലംഘിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാലത്തിന്റെ ഇമാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, कि दुनिया ने വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ലോകം അഥവാ അവന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല എങ്കിൽ ഓരോ കാൽവെപ്പും ലോകത്തെ भाई की तरफ ले जाने वाला बनाएगा। നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും. इस्लाम का पैगाम ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശം वाला पैगाम है, अक्सर पेश होता है। വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട സന്ദേശമാണ്. फरमाया कि याद रहे എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഓർത്തുകൊള്ളുക, അള്ളാഹു എനിക്ക് പൊതുവിൽ ഭൂകമ്പത്തെക്കുറിച്ചുള്ള അറിവ് നൽകിയിരിക്കുന്നു. अमेरिका में ഏതു പ്രകാരം പ്രവചനമനുസരിച്ച് അമേരിക്കയിൽ ഭൂകമ്പം ഉണ്ടായോ അപ്രകാരം യൂറോപ്പിലും ഉണ്ടായി. आएंगे ഓർത്തുകൊള്ളുക, ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടാകുന്നതാണ്. और इस कदर അവയിൽ ചിലത് ഖിയാമത്തിന് തുല്യമായിരിക്കും. രക്തത്തിന്റെ നദികൾ ഒഴുകും വിധം മരണങ്ങൾ ഉണ്ടാകും. नहीं होंगे। ഈ മരണത്തിൽ നിന്ന് പക്ഷിമൃഗാദികളും രക്ഷപ്പെടുകയില്ല. ഭൂമിയിൽ മനുഷ്യൻ ജനിച്ചത് മുതൽ കാണാൻ സാധിക്കാത്ത നാശമുണ്ടാകും. और अक्सर मुकामात ज़ेरो ज़बर हो जाएंगे അധിക സ്ഥലങ്ങളും कि गोया उनमें को भी അവയിൽ ജനവാസം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നും വിധം കീഴ്മേൽ മറിയും. होलनाक सुर ഇതോടൊപ്പം മറ്റു ചില ആകാശീയവും ഭൗമികവുമായിട്ടുള്ള ആപത്തുകൾ ഭയാനകമായ നിലയിൽ ഉണ്ടാകും. ഏതുവരെ എന്നാൽ ഓരോ ബുദ്ധിയുള്ള മനുഷ്യനും ഇത് ഒരു അസാധാരണ സംഭവമാണ് എന്ന് തോന്നും. ഫിലോസഫിയുടെയോ തത്വജ്ഞാനത്തിന്റെയോ ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് ഒന്നും ലഭിക്കുകയില്ല. അപ്പോൾ മനുഷ്യരിൽ ഒരു വ്യാകുലത ഉണ്ടാകും. ഇത് എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് പേർ മോക്ഷം പ്രാപിക്കും, ഒരുപാട് പേർ നശിച്ചു പോകും. ആ ദിവസം സമീപസ്ഥമാണ്. അല്ല, ഞാൻ അതിനെ വാതിൽക്കൽ കാണുന്നു. ലോകം ഒരു ഖിയാമത്തിന്റെ ദൃശ്യം കാണും. കേവലം ഭൂകമ്പം മാത്രമല്ല, ഭയപ്പെടുത്തുന്ന മറ്റനേകം ആപത്തുകൾ ഉണ്ടാകും. കുറച്ച് ഭൂമിയിൽ നിന്നും കുറച്ച് ആകാശത്തിൽ നിന്നും. മനുഷ്യൻ തന്റെ ദൈവത്തെ ആരാധിക്കുന്നത് ഉപേക്ഷിച്ചതുകൊണ്ടാണിത്. इन बलाओं में कुछ ताक़ीद എല്ലാ ഹൃദയവും എല്ലാ ധൈര്യവും എല്ലാ ചിന്താഗതിയും കൊണ്ട് ഭൗതികതയിൽ വീണ്ടിരിക്കുന്നു. അഥവാ ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പരീക്ഷണത്തിൽ അല്പം താമസമുണ്ടാകുമായിരുന്നു. എന്നാൽ എന്റെ വരവോടൊപ്പം അള്ളാഹുവിന്റെ ഒരുപാട് കാലമായി മറഞ്ഞിരിക്കുന്ന ഉദ്ദേശം പ്രകടമായിരിക്കുന്നു. ഏതുപോലെ അള്ളാഹു പറയുന്നു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. तुम ख्याल करते തൗബ ചെയ്യുന്നവർ സമാധാനത്തിലായിരിക്കും. या तुम अपनी तदबीरों से अपने तई बचा सकते हो? हरगिज नहीं। ആപത്തിനു മുമ്പ് ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യപ്പെടും. നിങ്ങൾ ഈ ഭൂകമ്പത്തിൽ നിന്ന് സമാധാനത്തിൽ ആയിരിക്കും എന്ന് നിങ്ങൾ ധരിക്കുന്നുവോ? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്ത്രങ്ങൾ കൊണ്ട് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ ധരിക്കുന്നുവോ? ഒരിക്കലുമല്ല. മനുഷ്യപ്രവർത്തനത്തിന് അന്ന് അവസാനമായിരിക്കും. അമേരിക്കയിലും മറ്റും ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടായി. നിങ്ങളുടെ രാജ്യം അതിൽ നിന്ന് സുരക്ഷിതമാണെന്ന് ധരിക്കുന്നുവോ? അല്ലയോ യൂറോപ്പ്, നീയും സമാധാനത്തിലല്ല. അല്ലയോ ഏഷ്യ, നീയും സമാധാനത്തിലല്ല. അല്ലയോ ദ്വീപുകളിൽ വസിക്കുന്നവരെ, നിങ്ങളാൽ നിർമ്മിതമായ ഒരു ദൈവവും നിങ്ങളെ ആ ദിവസം രക്ഷിക്കുകയില്ല. ഞാൻ നഗരങ്ങൾ മറിഞ്ഞു വീഴുന്നത് കാണുന്നു, ജനവാസ സ്ഥലങ്ങൾ ജനശൂന്യമാകുന്നതായി ഞാൻ കാണുന്നു. ആ ഏകനായ ദൈവം ഒരു കാലം വരെ നിശബ്ദനായിരുന്നു. അവന്റെ കണ്ണിനു മുന്നിൽ നീചമായ പ്രവർത്തനങ്ങൾ ചെയ്തു. അവൻ നിശബ്ദനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ഭീതിജനകമായ രീതിയിൽ തന്നെ മുഖം കാണിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ, ആ കാലം വിദൂരമല്ല. ഞാൻ और जो उससे नहीं डरता അള്ളാഹുവിന്റെ സമാധാനത്തിന് കീഴിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ വിധിയുടെ പുസ്തകം പൂർത്തിയാകേണ്ടത് നിർബന്ധമായിരുന്നു. പറയുന്നു, നൂഹിന്റെ കാലം നിങ്ങളുടെ കൺമുമ്പിൽ വരും. ലൂത്തിന്റെ ഭൂമിയുടെ കാര്യം നിങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണും. എന്നാൽ അള്ളാഹു കോപത്തിൽ സാവധാനം കാണിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളിൽ के जनाजे हैं। കരുണ ചൊരിയുന്നതിന് വേണ്ടി തൗബ ചെയ്യുക. ദൈവത്തെ ഉപേക്ഷിക്കുന്നവൻ മനുഷ്യനല്ല, ഒരു കീടമാകുന്നു. അവനെ ഭയക്കാത്തവൻ ജീവനുള്ളവനല്ല, മൃതനാണ്. അള്ളാഹു ലോകത്തിന് ബുദ്ധി നൽകട്ടെ. നീചവും അക്രമപരവുമായ ജോലി ചെയ്യുന്നതിൽ നിന്നും രക്ഷപ്പെടട്ടെ. നമുക്കും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇപ്പോൾ ഞാൻ ജുമാ നമസ്കാരത്തിന് ശേഷം 2 ജനാസ ഗായിബ് നമസ്കരിക്കുന്നതായിരിക്കും. 2 ഷഹീദുകളുടെ ജനാസയാണ്. ഒന്നാമത്തെ ഷഹീദ് അസീസം നവീദ് അഹമ്മദ് സാഹിബ് ഇബ്നു സനാഉല്ല സാഹിബാണ്. അദ്ദേഹം 2012 സെപ്റ്റംബർ 14 കറാച്ചിയിൽ ഷഹീദായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നവീദ് അഹമ്മദ് സാഹിബ് ഇബ്നു സനാഉല്ല സാഹിബിന്റെ കുടുംബത്തിൽ ആദ്യമായി ഇദ്ദേഹത്തിന്റെ പിതാമഹൻ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയിൽ ബയ്യത്ത് ചെയ്തതിലൂടെയാണ് അഹമ്മദിയത്ത് വന്നത്. ബയ്യത്തിന് മുമ്പ് അദ്ദേഹം അമൃത്സറിലായിരുന്നു. എന്നാൽ ബയ്യത്തിന് ശേഷം അദ്ദേഹത്തിന് അധിക സമയം കാദിയാനിൽ തന്നെയാണ് കടന്നുപോയത്. വിഭജനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം സിന്ധിലെ മഹ്മൂദാബാദിലാണ് താമസിച്ചിരുന്നത്. 1985 കറാച്ചിയിലേക്ക് മാറി താമസിച്ചു. നവീദ് അഹമ്മദ് സാഹിബിന്റെ പിതാവ്
1985 സനാഉല്ലാ സാഹിബിന് അസിറാനെ രാഹിമൗലാകുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചു. ഷഹാദത്ത് സംഭവ പ്രകാരമാണ് 2012 സെപ്റ്റംബർ 14 ജുമാ ദിവസം നബീദ് അഹമ്മദ് സാഹിബും അദ്ദേഹത്തിന്റെ പ്രായം 22 വയസ്സാണ് തങ്ങളുടെ വീടിനടുത്തുള്ള ഉമേറ ടൗണിൽ ഹൽക്ക ഗുൽഷനെ ജമീക്കടുത്ത് 2 അനഹമ്മദി പഠാണി സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു. 2 അജ്ഞാതരായ ആളുകൾ മോട്ടോർ സൈക്കിളിൽ വന്നുകൊണ്ട് അവർ ഈ 3 യുവാക്കൾക്കെതിരെയും വെടിവെച്ചു. നബീദ് അഹമ്മദ് സാഹിബിന് 2 വെടിയേറ്റു, മറ്റു 2 യുവാക്കൾക്കും വെടിയേറ്റു. അങ്ങനെ 3 പേർക്കും പരിക്ക് പറ്റി. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ നബീദ് അഹമ്മദ് സാഹിബ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഇടയ്ക്ക് പരിക്ക് സഹിക്കാൻ സാധിക്കാതെ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെ സാധാരണക്കാരന്റെ സ്വഭാവമുള്ള നിർമ്മല ഹൃദയനായ സഹാനുഭൂതിയുള്ള വ്യക്തിയായിരുന്നു. വിനയ സ്വഭാവത്തിനുടമയായിരുന്നു. പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ദാരിദ്ര്യ നിമിത്തം മിഡിലിന് ശേഷം പഠിക്കാൻ സാധിച്ചില്ല. തന്റെ പിതാവിനോടൊപ്പം ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഇവറ്റായി ഇദ്ദേഹം മെട്രിക് പാസ്സായി. ഈ റംസാനും മസ്ജിദ് ഖുദ്ദാമുൽ അഹമ്മദിയയുടെ ഡ്യൂട്ടിക്കായി സ്വയം സമർപ്പിച്ചു. എപ്പോഴും സ്വയം സമർപ്പിക്കുമായിരുന്നു. വളരെ നല്ല നിലയിൽ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഓഫീസർമാർക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവവും വിശ്വാസവും അവരിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിലും ഓഫീസിൽ ഒരുപാട് പേർ പങ്കെടുത്തു. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനും അദ്ദേഹത്തിന്റെ കുടുംബവും വീട്ടിൽ അനുശോചനം അറിയിക്കാനായി വന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ 2 പേരും 2 സഹോദരങ്ങളും 2 സഹോദരിമാരും ജീവിച്ചിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ജനാസ റിയാസ് അഹമ്മദ് സാഹിബ് സിദ്ദീഖിയുടെ മകൻ മുഹമ്മദ് അഹമ്മദ് സിദ്ദീഖി സാഹിബിന്റേതാണ്. ഇദ്ദേഹത്തിന്റെ ഷഹാദത്ത് സെപ്റ്റംബർ 15 കറാച്ചിയിൽ നടന്നു. കറാച്ചിയിൽ ഷഹാദത്ത് വളരെ അധികമായി നടക്കുന്നു. ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഷഹാദത്ത്. അവർക്ക് വേണ്ടി വളരെയധികം ദുആ ചെയ്യുക. അള്ളാഹു കറാച്ചിലെ അഹമ്മദികളെ തന്റെ സംരക്ഷണത്തിനും സമാധാനത്തിനും വെക്കട്ടെ. ഇന്ന് ഏറ്റവും കൂടുതലായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഷഹീദാക്കുന്നത് കറാച്ചിയിലാണ്. ഭരണാധികാരികളുടെ സ്ഥാപനങ്ങൾ മുഖേന അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിലും. ഏതായാലും അള്ളാഹു എല്ലായിടങ്ങളിലും എല്ലാ അഹമ്മദികളെയും രക്ഷിക്കുമാറാകട്ടെ. മുഹമ്മദ് അഹമ്മദ് സിദ്ദീഖി സാഹിബിന്റെ കുടുംബ കറാച്ചിക്കാരാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഇമ്രാൻ അഹമ്മദ് സിദ്ദീഖി സാഹിബ് 2001 അമേരിക്കയിൽ വെച്ച് ബയ്യത്ത് ചെയ്തതിലൂടെയാണ് ഉണ്ടായത്. ഇതിനുശേഷം ഇമ്രാൻ സിദ്ദീഖി സാഹിബിന്റെ തബ്ലീഗ് മുഖേന ഇദ്ദേഹവും 2 സഹോദരങ്ങളും ബയ്യത്ത് ചെയ്തു. ഉമേർ സിദ്ദീഖിയും റിസ്വാൻ സിദ്ദീഖിയും ഇതിനുശേഷം മാതാപിതാക്കളും മുഴുവൻ കുടുംബവും ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഷഹാദ് സംഭവം ഇപ്രകാരമാണ്. 2012 സെപ്റ്റംബർ 15 ശനിയാഴ്ച ഏകദേശം 12 മണിക്ക് മുഹമ്മദ് അഹമ്മദ് സിദ്ദീഖി സാഹിബ് തന്റെ സഹോദരി ഭർത്താവ് മലിക് ഷംസ് ഫഖ്രി സാഹിബിനോടൊപ്പം തന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറായ ഗുലിസ്ഥാനിലെ അൽ ഇസ്ലാം സൂപ്പർ സ്റ്റോറിൽ നിന്നും മോട്ടോർ സൈക്കിളിൽ ഇറങ്ങിയതായിരുന്നു. കുറച്ചു ദൂരം മാത്രമേ സഞ്ചരിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തെ ശക്തമായ രീതിയിൽ വെടിവെച്ചു. അത് കാരണം വെടിയുണ്ട മുഹമ്മദ് അഹമ്മദ് സിദ്ദീഖി സാഹിബിന് കൊണ്ടു. അതിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും മറ്റൊന്ന് പിറകുഭാഗത്തും കൊണ്ടു. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് ഷംസ് ഫഖ്രി സാഹിബിന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 5 വ്യത്യസ്ത സ്ഥലങ്ങളിൽ 5 വെടിയുണ്ടകളേറ്റു. അതിൽ ഒന്ന് അദ്ദേഹത്തിന്റെ വലതു തോളിലും മറ്റൊന്ന് വയറ്റിലും മറ്റുള്ളവ കാലുകളിലുമാണ് ഏറ്റിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു ഇദ്ദേഹത്തിന് പൂർണ്ണമായ ശമനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷഹാദത്ത് സമയത്ത് ഷഹീദ് മർഹൂമിന്റെ പ്രായം 23 വയസ്സായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഇദ്ദേഹത്തിന് നിക്കാഹ് നടന്നത്. ഷഹീദ് മർഹൂം കഴിഞ്ഞ വർഷമാണ് MBAയുടെ പരീക്ഷ പാസ്സായത്. വളരെ സത്പ്രകൃതക്കാരനായ, നിഷ്കളങ്കനായ, അനുസരണയുള്ള, സത്സ്വഭാവിയായ ഉടമയായ വ്യക്തിയായിരുന്നു. പറയുന്നു, 23 വയസ്സുള്ള സുന്ദരനായ യുവാവായിരുന്നു. സുന്ദര രൂപം മാത്രമായിരുന്നില്ല, മനോഹര സ്വഭാവം ഉണ്ടായിരുന്നു. എപ്പോഴും ഏതാനും ദുആ തന്റെ പക്കൽ എഴുതി വെക്കുമായിരുന്നു. അവ ചൊല്ലാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുമായിരുന്നു, ഞങ്ങളിൽ ഏറ്റവും യോഗ്യനായ വ്യക്തിയായിരുന്നു. 2012 സെപ്റ്റംബർ 12 അദ്ദേഹം തന്റെ ചില സുഹൃത്തുക്കൾക്ക് മൊബൈലിൽ SMS അയച്ചു. കറാച്ചിയിലെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ ഷഹീദായാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഷഹീദ് മർഹൂമിന്റെ മാതാവ് പറയുന്നു, അനുശോചനം അറിയിക്കാൻ വന്ന ബന്ധുക്കളായ അനഹമ്മദികളായ സ്ത്രീകൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അവസാനം കണ്ടില്ലേ? ഇത് കേട്ട് ഷഹീദ് മർഹൂമിന്റെ മാതാവ് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച്
മസീഹിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ല. ഞാൻ ജമാഅത്തിന് വേണ്ടി എന്റെ 9 മക്കളെയും കുർബാൻ ചെയ്യാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഷഹീദ് മർഹൂമിന്റെ സഹോദരങ്ങൾ എല്ലാവരും ധൈര്യത്തിൽ തന്നെയാണ്. ഷഹീദ് മർഹൂമിന്റെ പിതാവ് മുമ്പ് തന്നെ വഫാത്തായിട്ടുണ്ട്. ഷഹീദ് മർഹൂമിന്റെ സംതപ്ത കുടുംബത്തിൽ വൃദ്ധയായ മാതാവിനെ കൂടാതെ സഹോദരങ്ങളും 8 സഹോദരങ്ങളും 2 സഹോദരികളുമുണ്ട്. ഇദ്ദേഹവും സഹോദരങ്ങളിൽ ഏറ്റവും ചെറിയ ആളായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തട്ടെ, മഗ്ഫിറത്തോടു കൂടി പെരുമാറട്ടെ, ബാക്കിയുള്ള ബന്ധുക്കൾക്ക് സഹനവും ധൈര്യവും പ്രദാനം ചെയ്യട്ടെ, പാകിസ്ഥാനിലെ ഓരോ അഹമ്മദിയെയും രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.